വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ സത്യഭാമയാണെങ്കിൽ രോഹിത്തിനോട് ഇങ്ങനെ പൈസ പിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏൽപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് പിള്ള ഓടിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് സത്യാമ്മയെ ശാലിനി കുഞ്ഞിന് വെടിയേറ്റു എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ അയ്യോ എന്ന് വയ്ക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായരും അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ രോഹിത്തിനെയും കൂട്ടിക്കൊണ്ട് ഭാമയും രാഘവൻ നായരും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം പക്ഷേ വിഷ്ണു ആ സമയത്ത് അവിടെ കാണിക്കുന്നുണ്ട്, വിഷ്ണുവിനെ അവിടെ കാണിക്കുന്നുണ്ട്. അന്നേരം ആ രേഷ്മയുടെ ആ വണ്ടിക്ക് മുന്നിൽ വീണിട്ട് വിഷ്ണുവിന് പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ വിഷ്ണുവിൻ്റെ ആ കാഴ്ചയുടെ പ്രശ്നമൊക്കെ ഓക്കെ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് സ്ഥിരമായിട്ട് മാറുകയല്ല. ആ ഒരു ഓപ്പറേഷനിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കൂ എന്ന് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. കൂടെ കൂടെ ഇങ്ങനെ വരും. പക്ഷേ എത്രയും പെട്ടെന്ന് ഒരു സർജറി ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കാര്യം പൂർണ്ണമായിട്ടും ഭേദമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വിഷ്ണു അത് എല്ലാവരിൽ നിന്നും മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് വിഷ്ണു ശിവകാശി മധുരയിലെ ഹോസ്പിറ്റലിൽ പോയതൊക്കെ. തുടർന്ന് ഇവരെ എല്ലാവരും കൂടി ചെല്ലുമ്പോൾ ശാലിനിയൊക്കെ കാണുന്നുണ്ട്. അതിന് ഭാമ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അതിനുശേഷമാണ് ശാരദാമ്മ അറിയുന്നത് ശാലിനിക്ക് ഇങ്ങനെ വെടിയേറ്റു എന്നുള്ളത്. ശാരദാമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ റൂമൊക്കെ തള്ളി തുറന്നിങ്ങനെ ഓടി ചെല്ലുകയാണ്, ആകെ വെപ്രാളപ്പെട്ട്. അന്നേരം അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ശാലിനിയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട്. നീ അങ്ങനെയല്ലേ പറയൂ എന്നും പറഞ്ഞ് ശാരദാമ്മയ്ക്ക് ആകെ ഒരു വെപ്രാളമാണ്. തുടർന്ന് ഭാമയും വിഷ്ണുവൊക്കെ പറയുന്നുണ്ട് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത്. അതിനുശേഷം ശ്രീരഞ്ജിനിയാണെങ്കിൽ ശാലിനിയെ കാണാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരം വേറെ ആരോ മറഞ്ഞിരുന്ന് വെടിവെച്ചതാണ് എന്നുള്ളത് ശാലിനിയോട് പറയുന്നുണ്ട്. അന്നേരം മറഞ്ഞിരിക്കുന്ന മൂന്നാമനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നിങ്ങനെ ശ്രീരഞ്ജിനി ശാലിനിയോട് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ശ്രീരഞ്ജിനി പറയുന്നതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചും നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ശാലിനിക്ക് ഇങ്ങനെ ആ റൂമിൽ നിന്ന് എല്ലാവരും ഒക്കെ പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ വീണ്ടും ആ റൂമിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണെങ്കിൽ സത്യഭാമയാണെങ്കിൽ ശാലിനിക്ക് ഇങ്ങനെ കഞ്ഞിയൊക്കെ കോരി കൊടുക്കുകയാണ്. അത് കണ്ടിങ്ങനെ ശാരദാമ്മ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശിവനെ കാണാനായിട്ട് ഡെയ്സി എത്തുന്നുണ്ട്. അന്നേരം വെടിവെച്ചത് ആരാണ് എന്നുള്ളത് അറിയില്ല, വേറെ ആരോ ആണ് എന്നുള്ളതൊക്കെ ശിവനാണെങ്കിൽ ഇങ്ങനെ ഡെയ്സിയോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഡെയ്സി പറയുന്നുണ്ട് അവരെ വെടിവെച്ചത് ആരാണെന്ന് നിനക്കറിയില്ലല്ലോ, എന്നാൽ പിന്നെ എന്നിങ്ങനെ പറഞ്ഞു നിർത്തുന്നേ ഉള്ളൂ. പക്ഷേ തൻ്റെ സഹോദരനാണ് വെടിവെച്ചത് എന്നുള്ളത് അവിടെ ഡെയ്സി ശിവനോട് പറയുമോ എന്നുള്ളതാണ്. പക്ഷെ പറഞ്ഞാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്ത് ഇനി പറയുമോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. അവിടെ വെച്ച് പ്രൊമോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് വരും എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. ഇനി ശാലിനി റിക്കവറായി തിരികെ വീട്ടിലേക്ക് പോകുന്നു. ശിവൻ തന്നെ ആയിരിക്കും, ശിവനും വിഷ്ണുവും ചേർന്നായിരിക്കും മിക്കവാറും ആൻ്റണിയെ കണ്ടെത്തുന്നതും ആൻ്റണിയാണ് ചെയ്തത് എന്നുള്ളതും. അതോ ശ്രീരഞ്ജിനി അതിനോടകം കണ്ടെത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കാണാം. പിന്നെ വിഷ്ണു ചികിത്സയ്ക്കായിട്ട് പോകുന്നതും ഒക്കെ അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.